കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസത്തിന് മേലായി. ഇപ്പോഴാണ് ചെറുക്കൻ്റെ വീഡിയോ ഒന്നും ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയത്. അതെ ഗൈസ്, നിങ്ങൾ കാത്തിരുന്ന ഡോക്ടർ അല്ലമീൻ്റെ കല്യാണ വ്ളോഗാണിത്. നിക്കാഹ് പള്ളി വെച്ചായതുകൊണ്ട് തന്നെ അല്ലമീനും നമ്മളും കുറച്ച് നേരത്തെ ഇറങ്ങി. ഉമ്മായും രോഹിത്തും ഞാനും ഓഫീസ് ഒരു കാറിലായിരുന്നു. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് പോകുന്ന വഴിക്ക് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഉമ്മായ ഓഡിറ്റോറിയത്തിലാക്കിയിട്ട് നമ്മൾ നേരെ പോയത് പള്ളിയിലാണ്. നേരെ ചെന്ന് കാര്യം കഴുകി പള്ളിയിലോട്ട് കയറിയപ്പോൾ തന്നെ ഹത്തീബ് വന്നു. വരുന്ന വരവ് കണ്ടോ, മുഖത്ത് ചിരി കണ്ടോ, ആ പ്രസന്നത കണ്ടോ, കല്യാണം കഴിക്കാൻ മുട്ടിയെന്നാണ്. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ആ ഓഡിറ്റോറിയത്തിലോട്ടാണ്. ചെന്ന് ഇറങ്ങിയ പാടെ കല്യാണ ചെറുക്കനെ സ്വീകരിക്കാൻ ഒരു പറ്റ ആൾക്കാർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ കൂടിയുന്നവരെല്ലാരും കൂടെ അവനെ പിടിച്ചോണ്ട് അകത്തോട്ട് പോയി. ഞാൻ കാറ് പാർക്കായിട്ട് വരുന്ന സമയം കൊണ്ട് ഇമാർ ഇവിടെ കിടന്ന് വരവേയിരുന്നു. ഞാൻ വന്ന് നോക്കിയപ്പോൾ മൊത്തം പുകമയം. ഈ നിൽക്കുന്ന പുള്ളിയാണ് അതിന്റെ കാരണക്കാരൻ. പുറത്തൊന്നും അധികം ഫുഡൊന്നും എനിക്ക് ട്രൈ ചെയ്യാൻ സമയം കിട്ടിയില്ല. ഇനി വെളിയിൽ നിന്ന് തിരിഞ്ഞ് കളിച്ചാൽ അല്ലമിന്റെ കല്യാണം മിസ്സാവും. അതുകൊണ്ട് നമ്മൾ അകത്തോട്ട് കയറി. നമുക്ക് നല്ലൊരു കൈയ്യടി നൽകിക്കൊണ്ട് തന്നെ ലെറ്റ്സ് വിഷ് ദം ഓൾ ദി വെരി ബെസ്റ്റ് ടു ഡോക്ടർ അലമീൻ ആൻഡ് ഡോക്ടർ ഷജ്ന ഷറഫ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ഓൺ ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഡേ ഇൻ യുവർ ലൈഫ് ടൈം ആൻഡ് വി ഓൾ വിഷ് യു വെരി വെരി ഹാപ്പി. ഒന്നിച്ച് ഒരു പീസ് എടുത്ത് കൈക്ക് ക്ലോസ് ചെയ്ത് നമുക്ക് പരസ്പരം ഷെയർ ചെയ്യാം. ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ തിരക്കാണ് ഈ കാണുന്നത്. എങ്ങനെയെങ്കിലും തള്ളിപ്പിടിച്ചൊരു ഫോട്ടോ എടുത്തിട്ട് നമ്മളും ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. മട്ടൻ ആയിരുന്നു മെയിൻ. ബീഫ് അലർജി കൊണ്ട് ഞാൻ കഴിയാൻ നിന്നില്ല. കഴിച്ച് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി ഐസ്ക്രീമും കുടിച്ച് ഫ്രണ്ടിലോട്ട് ചെന്നു. കല്യാണം കഴിക്കുന്നില്ലെന്ന് ചോദിച്ചാൽ രണ്ടെണ്ണത്തിന് സമയമില്ലെന്നാണ് പറയുന്നത്. അവന് പെണ്ണുണ്ടായിട്ട് കേട്ടാൻ വയ്യ. ബാക്കിയുള്ള ഒരു പെണ്ണിനെ നോക്കിയാണ് ഇരിക്കുന്നത്. ഇതാണ് അല്ലമ്മിന്റെ പുതിയ ശകടം. ഇലക്ട്രിക് ആണ് സാധനം. കല്യാണവും കഴിഞ്ഞ് അവസാനത്തെ പന്തിയും തീർന്നപ്പോഴത്തേക്ക് ഒരുത്തം വരുന്നുണ്ട്. നിന്റെ അടുത്ത് ഞാൻ പച്ചല്ലടാ ഇടാൻ പറഞ്ഞത്. ഈ കറുത്ത കോട്ടിട്ട വെളുത്ത പയ്യനാണ് അല്ലമ്മിന്റെ അനിയൻ. ഇക്കട കല്യാണം ആയതുകൊണ്ട് പുള്ളി കുറച്ചധികം കഷ്ടപ്പെടുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഇനി റിസപ്ഷൻ ഉണ്ട്. അതിന്റെ കോർഡിനേഷനാണ് പുള്ളി ഇപ്പൊ ചെയ്തുകൊണ്ടിരുന്നത്. ചെറുക്കന് ക്യാമറയുടെ ഫ്രണ്ട് വരുന്ന അത്ര താല്പര്യമുള്ള കാര്യമല്ല.